നല്ല വിളഞ്ഞ് മൂത്ത് പഴുക്കാറായ മാങ്ങ ഇട്ടിട്ട് ഒരു മാങ്ങാപ്പുരട്ട് തയ്യാറാക്കിയാലോ ഇന്ന്. ഇത് നാട്ടിൽ കോട്ടുപ്പണ മാങ്ങ ഇട്ടിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. കോട്ടുപ്പണ മാങ്ങയാണ് ഇതിന് ആപ്റ്റായിട്ടുള്ള മാങ്ങ. പക്ഷേ നാട്ടിൽ കിട്ടുന്ന ആ മാങ്ങ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ ഇവിടെ കിട്ടിയ മാങ്ങ ഇട്ടിട്ട് ഞാൻ പുരട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ നല്ല വിളഞ്ഞ മാങ്ങ എടുക്കുക. പുറന്തൊലി അത്ര കട്ടിക്ക് എടുക്കാതെ എടുക്കുക. എന്നാലേ ആ മാങ്ങ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. കോട്ടുറുക്കണ മാങ്ങ എടുക്കുമ്പോൾ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. കോട്ടുറുക്കണ മാങ്ങ ഇട്ട് പുരട്ട ഉണ്ടാക്കിയാൽ അയ്യോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അതിൻ്റെ തൊലി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഇതിനകത്ത് ആവശ്യം വേണ്ടത് 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 തണ്ട് കറിവേപ്പില. വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, ഇഞ്ചിയും അതുപോലെ എടുക്കുക. ഇനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും ഇതിനകത്തേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഇതിനകത്തേക്ക് വറുത്ത് പൊടിച്ച ഉലുവയുടെ ഒരു നുള്ളിടാം. ഉടനെ തന്നെ ഇതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് മാങ്ങ ഇടുക. മാങ്ങ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് 1-1.5 ടീസ്പൂൺ ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പെരുംജീരകം ഇവയെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് തുറന്ന് തന്നെ വെച്ചിരുന്നാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഇളക്കി വീണ്ടും 1 മിനിറ്റ് ലോ ഫ്ലെയിം വയ്ക്കുക. എന്നിട്ട് തീ അണച്ച് അടച്ചു വയ്ക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോഴുണ്ടല്ലോ അതൊക്കെ പിടിച്ചിരിക്കും. അങ്ങനെ ഒരു സൂപ്പർ എന്ന് വെച്ചാൽ കഴിച്ചാലും മതി വരാത്ത ഒരു മാങ്ങാപ്പുരട്ടാണ്. കണ്ടപ്പോൾ തന്നെ കൊതിയാവണം. നിങ്ങളുടെ കയ്യിൽ കോട്ടുറുക്കണമുണ്ടെങ്കിൽ ആ മാങ്ങ ഇട്ടിട്ട് നല്ല വിളഞ്ഞ മാങ്ങ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ഇതുപോലെ പുരട്ടുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇല്ലാത്തവർ നല്ല വിളഞ്ഞ നല്ല മാംസമുള്ള ഭാഗമുള്ള മാങ്ങ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ട് കഴിച്ചു നോക്കുക. അതും നല്ല ടേസ്റ്റ്. എന്നിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.